ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എഡ്യൂ ടീച്ചർ കേരള. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3rd സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷാണ് കേട്ടോ. ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റിൻ്റെ പേരാണ് ടെൻഡർ ടച്ച്. ടെൻഡർ ടച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ് ആയിട്ടല്ലേ, നല്ല കെയറിങ് ആയിട്ട് ഒന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? ഗിവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട്സ് ടു ലവ്. മദർ തെരേസ. മദർ തെരേസയുടെ ഒരു കോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗിവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട്സ് ടു ലവ്. അപ്പോൾ കൈകൾ സെർവ് ചെയ്യാൻ, മറ്റുള്ളവരെ സേവിക്കാനും, അതുപോലെ ഹൃദയം മറ്റുള്ളവരെ സ്നേഹിക്കാനുമായിട്ട് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? ടു ബോയ്സ് ആർ റണ്ണിങ് അല്ലേ, ഒരു റണ്ണിങ് റേസ് നടക്കുകയാണ്. അപ്പോൾ അതൊരു ട്രാക്കാണ് അല്ലേ, റണ്ണിങ് കോമ്പറ്റീഷൻ അല്ലേ, റണ്ണിങ് റേസ് നടക്കുന്ന ആ ഒരു ട്രാക്കാണത്. അപ്പോൾ അതിൽ 2 കുട്ടികൾ ദേ ആർ റണ്ണിങ് ആൻഡ് ദ അതർ 2 ബോയ്സ് അല്ലേ, ഒരു കുട്ടിക്ക് എന്തോ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള വേറൊരു കുട്ടി അവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? റണ്ണിങ് റേസ് നടക്കുന്നിടത്ത് വന്നിട്ട് എന്താ ചെയ്യുന്നത്? ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യാണ് അല്ലേ, കെയർ ചെയ്യുകയാണ്. അപ്പോൾ അതാണ് അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്, അങ്ങനെ ഒരു ചാപ്റ്ററാണ് നമുക്കിപ്പോൾ, ആ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി അടുത്തൊരു പിക്ചർ നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ എന്താണ് കാണുന്നത്? ഇതിൽ 2 പിക്ചറുണ്ട്. അതിൽ ഫസ്റ്റ് പിക്ചറിൽ ദ ഗേൾ ഈസ് ഫീഡിങ് ദ ബേർഡ്സ് അല്ലേ, ആ ഒരു പ്രാവുകളെ ഫീഡ് ചെയ്യാണ്, എന്തൊക്കെയോ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അല്ലേ ആ ഒരു ഗേള്. പിന്നെ രണ്ടാമത്തേൽ എന്താ കാണുന്നത്? ദർ ആർ 3 ബോയ്സ് അല്ലേ, 3 ആൺകുട്ടികളുണ്ട്. അതിൽ ഒരു കുട്ടി എന്താ ചെയ്യുന്നത്? ഹീ ഈസ് സ്പ്ലാഷിങ് ദ മഡി വാട്ടർ ടു ഹിസ് ഫ്രണ്ട്സ് ബോഡി അല്ലേ. അതായത് ആ ഒരു കുട്ടി എന്താ ചെയ്യുന്നത്? ആ ഒരു ചളിവെള്ളം മറ്റേ കുട്ടിയുടെ മേത്തേക്ക് തെറിപ്പിക്കുകയാണ് അല്ലേ. ഈസ് ഇറ്റ് ഗുഡ്? നല്ലതാണോ അത്? ഫസ്റ്റ് പിക്ചർ ഈസ് ഗുഡ് അല്ലേ, ഷീ ഈസ് ഫീഡിങ് ദ ബേർഡ്സ്. ആൻഡ് സെക്കൻഡ് പിക്ചർ ഈസ് ബാഡ്. അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ചാപ്റ്ററിലേക്ക് പോവാം. എ സണ്ണി മോർണിംഗ്. ദി മോർണിംഗ് സൺ പീപ് ത്രൂ ദ വിൻഡോ. സാഷ, സാഷ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. അപ്പോൾ എ സണ്ണി മോർണിംഗ് എന്നാണ് ആ ഒരു ടോപ്പിക്കിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ദ മോർണിംഗ് സൺ പീപ് ത്രൂ ദ വിൻഡോ, അതായത് സൂര്യൻ്റെ ആ ഒരു മോർണിംഗ് സൺ, രാവിലത്തെ ആ ഒരു സൂര്യൻ ഉണ്ടല്ലോ, ജനലിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്തു? അങ്ങനെ ഉള്ളിലേക്ക് വന്നു. പീപ് ത്രൂ ദ വിൻഡോ, എത്തി നോക്കി എന്നൊക്കെ പറയില്ലേ, അതേപോലെ നമുക്ക് അറിയാലോ, ജനലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ സൂര്യപ്രകാശം വരുന്നതിനെയാണ് അത് പറയുന്നത് കേട്ടോ. സാഷ, സാഷ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. സാഷ എന്നുള്ള ആ ഒരു ഗേളാണ് ആ ഒരു പിക്ചറിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ സാഷ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ്, നേരം വൈകുന്നു എന്ന് പറയില്ലേ, നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനെ പറയില്ലേ. മദർ കോൾ സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. മദർ സാഷനെ നല്ല സ്വീറ്റായിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വോയിസിൽ വിളിച്ചു. ഷി വാസ് ഹാഫ് എസ്ലീപ്പ്. ഷി വാസ് ഹാഫ് എസ്ലീപ്പ്, അതായത് രാവിലെയാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ പകുതി ഉറക്കത്തിലായിരുന്നു, പകുതി ഉറക്കം കഴിഞ്ഞു, പകുതി ഉറക്കത്തിലായിരുന്നു. ഓക്കെ, ഹാഫ് എസ്ലീപ്പ്, എസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ പകുതി ഉറക്കത്തിൽ കേട്ടോ. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. അപ്പോൾ സാഷ എന്താ പറയുന്നത്? ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ, ഞാൻ കുറച്ച് നേരം കൂടി കിടന്നോട്ടെ, ഉറങ്ങിക്കോട്ടെ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളങ്ങനെ ചോദിക്കാറില്ലേ? അതായത് കുറച്ച് നേരം കൂടി ഞാനിവിടെ ഉറങ്ങിക്കോട്ടെ എന്നാണ് സാഷ ചോദിക്കുന്നത്. നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്, ഇപ്പം തന്നെ നേരം വൈകി. മദർ കെയിം ഇൻ ആൻഡ് ജെൻ്റ്ലി പാറ്റഡ് ഹെർ. മദർ വന്നിട്ട് ജെൻ്റ്ലി പാറ്റഡ് എന്ന് പറഞ്ഞാൽ പതുക്കെ അങ്ങനെ തലോടി. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ദ ബെഡ് റബ്ബിങ് ഹെർ ഐസ്. സാഷ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്ന് എണീറ്റു. റബ്ബിങ് ഹെർ ഐസ് എന്ന് പറഞ്ഞാൽ ഐസ് ഇങ്ങനെ തുടയ്ക്കുക, അതായത് ഇങ്ങനെ തിരുമ്പില്ലേ, കണ്ണ് തിരുമ്പി വരില്ലേ നിങ്ങൾ, അതേപോലെ. വാട്ട്സ് ദാറ്റ് സ്മെൽ? ലവ്ലി. അപ്പോൾ സംതിങ് സ്മെൽ, സം സ്മെൽ ഇസ് കമ്മിങ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ അങ്ങനെ ഫുഡിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളും ചോദിക്കാറില്ലേ, വാട്ട്സ് എ സ്മെൽ? എന്തൊരു സ്മെല്ലാണ്, എന്താണ് ആ സ്മെല്ല്? ഷീ ടുക്ക് എ ഡീപ് ബ്രെത്ത്. ഷീ റഷ് ടു ദ കിച്ചൺ. മദർ ഫോളോഡ് ഹെർ. അപ്പം അവളെ പെട്ടെന്ന് തന്നെ ആ ഒരു ഇഷ്ടപ്പെട്ട ആ ഒരു സ്മെല്ല്, അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫുഡിൻ്റെ സ്മെല്ലാണ് വന്നത്. അവൾ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് എത്തി. മദർ ഫോളോഡ് ഹെർ. മദർ എന്ത് ചെയ്തു? അവളുടെ പിന്നാലെ പോയി. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്താണ്? സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. എന്താണ് സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക് എന്ന് നോക്കിയാലോ നമുക്ക്.
ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അപ്പോൾ ആരാണ് കിച്ചണിലുള്ളത്? ഫാദർ അല്ലേ. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഇസ് റെഡി, ഹി സെഡ്. ഫാദർ എന്താ പറഞ്ഞത്? സാഷ, നിൻ്റെ ഫേവറേറ്റ്, നിൻ്റെ ഇഷ്ടപ്പെട്ട സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? സാഷ ആസ്റ്റ്. അമ്മയോട് എന്താ ചോദിക്കുന്നത്? ഞാനിതിന്ന് കുറച്ചെടുത്തിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി, മദർ സെഡ്. തീർച്ചയായും, ഷുവർ, നിനക്ക് ഇത് കൊണ്ടുപോകാം, വേഗം പോയിട്ട് റെഡി ആയിട്ട് വായോ എന്ന് പറഞ്ഞു. ഷി വെൻറ്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. അപ്പോൾ അവൾ നേരെ വാഷ്റൂമിലേക്ക് റെഡി ആവാൻ വേണ്ടി പോയി. ഒരു ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ പോയി. സാഷ, ആറിൻ യു റെഡി യെറ്റ്? ഇറ്റ് വാസ് നവീൻ, ഹർ ഫ്രണ്ട്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. സാഷയോട് ചോദിച്ചു, സാഷ, ആറിൻ യു റെഡി യെറ്റ്? നീ ഇപ്പോഴും റെഡി ആയിട്ടില്ലേ? ഇറ്റ് വാസ് നവീൻ. അതാരായിരുന്നു? ഇറ്റ് വാസ് നവീൻ, ഹർ ഫ്രണ്ട്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അപ്പോൾ നവീന് അവിടെ കാത്തു നിൽക്കുമായിരുന്നു ഗേറ്റിൻ്റെ അവിടെ. ജസ്റ്റ് 5 minutes, സാഷ ഹറീഡ് അപ്പ്. സാഷ ഹറീഡ് അപ്പ്. ഇപ്പോൾ വരാം, 5 മിനിറ്റ് എന്ന് പറയില്ലേ നമ്മൾ, അതേപോലെ ജസ്റ്റ് 5 minutes. സാഷ ഹറീഡ് അപ്പ്, പെട്ടെന്ന് തന്നെ റെഡി ആവാൻ നോക്കുകയാണ്. അടുത്ത ടോപ്പിക്ക് ദ സർപ്രൈസ്. സാഷ ആൻഡ് നവീൻ റീച്ച് ദ സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. അപ്പോൾ സാഷയും നവീനും കൂടിയിട്ട് സ്കൂളിലേക്ക് എത്തി. എപ്പോഴാണ് എത്തിയത്? ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്, അതായത് ബെല്ലടിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ സാഷയും നവീനും എവിടെ എത്തി? സ്കൂളിലെത്തി. ഇറ്റ് സ്മെൽസ് നൈസ്, വാട്ട്സ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്റ്റ്. നവീൻ ചോദിച്ചു, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടല്ലോ, നല്ലൊരു മണം നന്നായിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ? വാട്ട്സ് ഇൻ യുവർ ബാഗ്? ഇറ്റ്സ് എ സർപ്രൈസ്, വെയിറ്റ് ഫോർ എ വൈൽ. അതൊരു സർപ്രൈസാണ്, നീ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞു. സാഷ ടുക്ക് ഔട്ട് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. വാവ്, ഉണ്ണിയപ്പം, നവീൻ എക്സ്ക്ലെയിംഡ്. സാഷ ടിഫിൻ ബോക്സ് പുറത്തെടുത്തു. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തപ്പോൾ അതിലെന്തായിരുന്നു? ഇറ്റ്സ് ഉണ്ണിയപ്പം. ഓക്കെ. ഓൾ ദി ചിൽഡ്രൻ റഷ് ടുവേർഡ്സ് സാഷ. വെയിറ്റ്, ഡോണ്ട് റഷ്, ദർ ഇസ് ഇനഫ് ഫോർ എവ്രി വൺ. അപ്പം എല്ലാ കുട്ടികളും ഇത് കണ്ടപ്പോൾ സാഷയുടെ അടുത്തേക്ക് ഓടി വന്നു. ഏയ്, ഡോണ്ട് റഷ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, തിരക്ക് കൂട്ടരുത്, എല്ലാവർക്കും ഉള്ളതുണ്ട്. ദർ ഈസ് ഇനഫ് ഫോർ എവ്രി വൺ. അറ്റ് ദാറ്റ് മൊമെൻറ്റ് someone appeared at the window. Hey, who is that? സാഷ asked. ഏയ്, ഇതാരാണ്? അപ്പോൾ ഒരു വിൻഡോയുടെ അടുത്ത് ഒരാൾ വന്നു. someone appeared at the window. ഏയ്, ഹു ഈസ് ദാറ്റ്? സാഷ ചോദിച്ചു. ഏയ്, അതാരാണ് എന്ന് ചോദിച്ചു. ഓക്കെ. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് വായിക്കുക, കിട്ടാത്ത സ്പെല്ലിങ്ങൊക്കെ എഴുതി പഠിക്കുക. ഓക്കെ. അപ്പോൾ ഈ 3 ടോപ്പിക്കോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വെയിറ്റ് ഫോർ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.